നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമായി ഇൻസ്റ്റാഗ്രാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളായി, അടുപ്പിച്ചല്ല, കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹം മൈ ഫ്രണ്ട്സ് എന്നും പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. കാരണം ഒരുപക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൗകര്യമാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുക എന്നതിനപ്പുറത്തേക്ക് ചില ആശങ്കകൾ, ചില ചോദ്യങ്ങൾ, ചില കുറിക്കുകൊള്ളുന്ന ചില മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഇതിനൊക്കെ മറുപടി പറയാതിരിക്കുക എന്ന ഒരു ഗൂഢലക്ഷ്യവും നരേന്ദ്രമോദിയുടെ ഈ ഒരു രാത്രികാല ലൈവിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആരെയും കുറ്റം പറയാം, കുറ്റം പറയുമ്പോൾ മറുചോദ്യങ്ങളില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ഏറ്റവും വലിയ സൗകര്യമാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി വീണ്ടും കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അർദ്ധരാത്രി കഴിഞ്ഞിട്ട്, അതായത് 12 മണിക്ക് ശേഷം അദ്ദേഹം വീണ്ടും ലൈവിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പം ഈ പറയുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി, വിശാലഹൃദയനായ പ്രധാനമന്ത്രി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. അതായത് സമരം ചെയ്ത എല്ലാ കുട്ടികളോടും, സമരം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വന്ന എല്ലാ കുട്ടികളോടും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിശാല ഹൃദയത്വം ഒരുപക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് മാത്രമേ ഉണ്ടാകൂ. വേറെ ആർക്കും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ജന്തർ മന്ദറിൽ സംഭവിച്ചത് രാജ്യം മുഴുവൻ കണ്ടതാണ്. ചില യുവാക്കൾ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷ ആണ് ഉപയോഗിച്ചത്. എനിക്കെതിരെയും എൻ്റെ അമ്മയ്ക്കെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായി. അധിക്ഷേപങ്ങളൊന്നിനും പരിഹാരമല്ല. വഴിതെറ്റിയവരെ നമുക്ക് നേരായ വഴിയിലൂടെ നടത്താം. അതിനായി ഒരുമിച്ച് പ്രവർത്തിക്കാം, ഭാരതത്തിനായി പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കുറിച്ചാണ്. പെൺകുട്ടികൾ മാന്യമായ ഭാഷയല്ല, അല്ലെന്നുണ്ടെങ്കിൽ പരിഷ്കൃത സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിനുമെതിരെ ഇങ്ങനെയൊരു സമരത്തിന്, ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, കുട്ടികളുടേതായ ഒരു ഗ്രൂപ്പ് സമരത്തിനിറങ്ങിയത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഓർമ്മിക്കാതിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം എന്തായിരുന്നു, അവർ അവകാശത്തിന് വേണ്ടിയാണ് സമരം ചെയ്തത്. 23 കുട്ടികളുടെ ജീവൻ വെച്ച് കളിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെ, അല്ലെ കേന്ദ്ര സർക്കാരിനെ, അവിടുത്തെ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുക എന്നുള്ള ശക്തമായ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങിയത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിന് ഇത് വളരെ നിസ്സാരമായി ഇത്രയും വലിച്ചിഴച്ച് കൊണ്ടുപോകാനോ, RSSൻ്റെ ഗുണ്ടകളുടെ കയ്യിലേക്ക് ലാത്തിയിൽ മുള്ളാണി തറച്ചുകൊണ്ട് അല്ലെങ്കിൽ ആണി തറച്ച് വെച്ചുകൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടി ഇറക്കി വിടുന്ന സാഹചര്യത്തിലുമൊക്കെ അവർ മാന്യമായ ഭാഷ തന്നെയാണ് സാർ ഉപയോഗിച്ചത്. അതല്ല പരിഷ്കൃത സമൂഹത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഭാഷയൊന്നും ആയിരുന്നില്ല അവർ ഉപയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ അങ്ങ് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് വഴിതെറ്റിയവരെ നമുക്ക് നേരായ വഴിയിലൂടെ നടത്താം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വഴിതെറ്റിയവരെ നേരായ വഴിയിലൂടെ നടത്തണമെന്ന് അങ്ങേക്ക് തീർച്ചയായുമുള്ള പ്രധാനമന്ത്രിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങ് നോക്കേണ്ടത് അങ്ങയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിലേക്ക് തന്നെയാണ്. ആദ്യം നേർവഴി നടത്തേണ്ടിയിരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ. കാരണം അദ്ദേഹം നേരായ വഴിക്ക് നടക്കാത്തത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. അതിനെ പല സംഘടനകളും ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ ആ നേരായ വഴി നടത്തമില്ലായ്മ കൂടുതൽ കാണിച്ച ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നേ. അത് തിരുത്തുകയായിരുന്നില്ലേ വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അന്ന് തിരുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ നമ്മൾ പ്രധാനമന്ത്രി പറയുന്നത് അനുസരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഭാരതത്തിനായി പ്രവർത്തിക്കാം. ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കാനാണെന്നേ ഇവിടുത്തെ കുട്ടികൾ സമരത്തിനായി രംഗത്തിറങ്ങിയത്. ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അത്തരം വിഷജന്തുക്കളെ, അത്തരത്തിൽ നേരായ മാർഗത്തിൽ സഞ്ചരിക്കാത്തവരെ ചെവിക്ക് പിടിച്ച് പുറത്ത് കളയുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു കുട്ടികൾക്കുണ്ടായിരുന്നത്. അവരത് നേടിയെടുക്കുക തന്നെ ചെയ്തു. അതിന് ആ കുട്ടികളെ അതിക്രമിക്കാനും അവരുടെ ദേഹത്ത് പെല്ലറ്റുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനും അവരുടെ ശരീരത്തിലേക്ക് ഈ പറയുന്ന വടി അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങളിൽ, മരക്കമ്പുകളിൽ ആണി തറച്ചു വെച്ച് അവരുടെ ശരീരത്തെ വേദനിപ്പിക്കാനും കാണിച്ച ഔത്സുക്യമുണ്ടല്ലോ, ആ ഒരു താല്പര്യം, അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് സർ. അപ്പോൾ ഈ പറയുന്ന ഈ അധിക്ഷേപ പരാമർശം പറഞ്ഞു എന്ന് പറയുന്നത്, ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, BJPയിൽ തന്നെയുള്ള എത്രയോ നേതാക്കന്മാരാണെന്നേ ഈ കുട്ടികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയത്.
ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ സൈദ്ധാന്തികനായ വ്യക്തി എന്താണ് പറഞ്ഞത്? അവിടെ കൂട്ട ബലാത്സംഗം നടന്നാൽ പോലും ചോദിക്കില്ല, കാര്യം അത് താല്പര്യപ്പെടുന്ന പെൺകുട്ടികളാണ് അവിടെ സമരത്തിനെത്തുന്നത് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ടി.ജി. മോഹൻദാസ്. ഓർമ്മയുണ്ടാകുമല്ലോ. ഒരുപക്ഷെ ദേശീയ തലത്തിൽ പോലും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട വാക്കുകളായിരുന്നു അത്. തനിക്ക് അധികാരം കിട്ടുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെ വെടിവെച്ച് കൊന്നേനെ. ആരെ? നമ്മുടെ കുട്ടികളെ. അവകാശങ്ങൾക്ക് വേണ്ടി 23 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി ആ നരാധമനെതിരായി സമരം ചെയ്യാൻ ഇറങ്ങിയ ഒരു പറ്റം വിദ്യാർത്ഥികളെ വിളിക്കുന്ന പേരായിരുന്നു ഇങ്ങനെയൊക്കെ. അവരെ വിശേഷിപ്പിക്കുന്ന ഇങ്ങനെയായിരുന്നു, അവരെ കൊല്ലാൻ, വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടേനെ എന്ന് പറയുന്ന ഒരു ടി.ജി. മോഹൻദാസ് ഉണ്ടെന്നേ. അവരെയൊക്കെ അല്ലേ സർ നേർവഴിക്ക് നടത്തേണ്ടതെന്ന് ചോദിക്കേണ്ടി വരും. പിന്നീട് കുട്ടികൾക്കുള്ള ഉപദേശമാണ്, ബാല്യത്തിൽ തെറ്റുകൾ സംഭവിച്ചോ എന്ന് വരും. എന്നാൽ ആ ബാല്യം തന്നെ തെറ്റ് തിരുത്താനും അവസരം നൽകും. എന്താണ് ഉദ്ദേശിക്കുന്നത്? ശരിയാണ്, കുട്ടികൾക്ക് തെറ്റുകൾ സംഭവിക്കും. ഇത് പ്രായം എത്തിക്കഴിഞ്ഞാലും തെറ്റ് നിരന്തരം പണത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നാലോ അതിനെന്താണ് സർ ചോദ്യം ചെയ്യാത്തത്? അപ്പോൾ തെറ്റ് തിരുത്താനുള്ള അവസരം തന്നതാരാണ്? ഈ ബാല്യമാണ് തെറ്റ് തിരുത്താനുള്ള അവസരം ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനെ പോലുള്ള ഒരാൾക്ക് നൽകിയത്. അപ്പോൾ സമൂഹത്തിൽ പലർക്കും ദേഷ്യമുണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പലർക്കും ദേഷ്യമുള്ളത് എന്തുകൊണ്ടാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടല്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ പദത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത പലതും നമ്മുടെ രാജ്യത്ത് കാട്ടിക്കൂട്ടുന്നതിന് എതിരെയാണെന്നേ ഈ കുട്ടികൾ സമരം ചെയ്തത്. എന്തുകൊണ്ടാണ് അത് കാണാതെ പോകുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് നേർവഴി കാണിക്കേണ്ട സമയമാണ്. കുട്ടികളെ അല്ല, നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ അല്ല, അവർ വഴിതെറ്റിയവരാണ്. ആരാണ് സർ വഴിതെറ്റിയവർ? ആരാണ് വഴിതെറ്റിയവർ? ഈ അവകാശങ്ങൾക്ക് വേണ്ടി ജന്തർ മന്ദറിൽ സമരം ചെയ്തവരാണോ വഴിതെറ്റിയവർ? അല്ല, അങ്ങയുടെ മന്ത്രിസഭയിലുള്ളവർ തന്നെയാണ് വഴിതെറ്റിയവർ. അവർ വഴിതെറ്റുകയും നമ്മുടെ നാട്ടിലെ കുട്ടികളെ എന്താ പറയുക, നിരാലംബരായ അല്ലെങ്കിൽ നിസ്സഹായരായ ഒരു പറ്റം വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്നത് അവരല്ലേ സർ? അവർ തന്നെയാണ്. അപ്പോൾ അവരോട് ക്ഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്ഷമിച്ചോളൂ, ക്ഷമിക്കാൻ നല്ലതാണ്. പക്ഷേ ക്ഷമ ജന്തർ മന്ദറിൽ സമരം ചെയ്തവരോടല്ല ക്ഷമിക്കാതിരിക്കേണ്ടത്. ഒപ്പമുണ്ടായിരുന്ന ഈ ഒരു BJP സർക്കാരിനെ മുഴുവൻ പഴി കേൾപ്പിക്കേണ്ടി വന്ന് എത്രയധികം ആളുകളുണ്ടെന്ന് അങ്ങ് ആലോചിച്ച് നോക്കിക്കോളൂ. അവർക്കെതിരെ വെടിവെക്കാൻ വേണ്ടി ഉത്തരവിട്ട അമിത്ഷാ മുതൽ ഈ പറയുന്ന ജന്തർ മന്ദറിൽ സമരമിരിക്കാൻ കാരണക്കാരനായ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ വരെ എത്തി നിൽക്കുന്നു അവരുടെ പട്ടിക. അപ്പോൾ അങ്ങനെയുള്ളവർക്കെതിരെ അല്ലേ ശരിക്കും, അവരെ അല്ലേ ശരിക്കും ആക്രമിക്കേണ്ടത്? അവിടെ കൂട്ടം കൂടിയിരുന്ന പെൺകുട്ടികളെ വെറും വൃത്തികെട്ട ഭാഷയിൽ അധിക്ഷേപിച്ച ടി.ജി. മോഹൻദാസിനെ പോലെയുള്ളവരെ അല്ലേ ശരിക്കും അകറ്റി നിർത്തുകയും തെറ്റ് തിരുത്താൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യേണ്ടത്? അല്ലാതെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ അല്ല. അപ്പോൾ എന്താണ്, വഴിതെറ്റിയവരെ നമുക്ക് നയിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ ലൈവിലേക്ക് പോകുന്നത്. അതായത് നമുക്ക് എല്ലാവരും നമ്മൾ കണ്ടതാണ്, ജന്തർ മന്ദർ പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടെ ഒരു പറ്റം വിദ്യാർത്ഥികൾ കൂട്ടം കൂടുന്നു. അവരെ കോക്രോച്ച് എന്ന് വിളിച്ചത് പാറ്റകളെ പോലെയാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് ആരാണെന്നേ? ജസ്റ്റിസ് സൂര്യകാന്ത് അല്ലേ അവരെ അങ്ങനെ വിളിച്ച് അധിക്ഷേപിച്ചത്? അത് പാടുള്ളതായിരുന്നോ? പാടുള്ളതായിരുന്നില്ല. ആ കോക്രോച്ച് അല്ലെ പാറ്റകൾ എന്നുള്ള വിളി ഏറ്റെടുത്തുകൊണ്ടാണ് ആ കുട്ടികൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. അവർ തന്നെയാണ് സമരത്തിനിരിക്കുന്നത്. എപ്പോഴാണ്, എത്ര നാളവർക്ക് സമരം ഇരിക്കേണ്ടി വന്നു? ആ അത്രയും കാലം സമരം ഇരുന്നിട്ടും എന്തുകൊണ്ടാണ് തിരുമുഖത്ത് നിന്ന് ഒരു വാക്ക് പോലും മൊഴിയാതിരുന്നത്? നമ്മളതല്ലേ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാൾ ഇത്രയും കാലം മിണ്ടാതുരിയാടാതെ ആ സമരം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിരുന്നത്? 40-40 ദിവസത്തോളം ആ കുട്ടികൾ സമരത്തിനുണ്ടായിരുന്നു ജന്തർ മന്ദറിൽ. ആ സമരത്തിന് നേരെ അതിക്രമം അഴിച്ചുവിട്ടത് ആരാണ് സർ? ഈ പറയുന്ന സർക്കാരല്ലേ, കേന്ദ്ര സർക്കാരല്ലേ അവർക്ക് നേരെ അതിക്രമം അഴിച്ചുവിട്ടത്? ആ കുട്ടികളെ തല്ലിച്ചതച്ചത് ഈ CPM-ന്റെ ഒരു പാർട്ടി ഓഫീസിനുള്ളിലേക്ക് AKG ഭവനിലേക്ക് ഇടിച്ചു കയറി ചെന്നുകൊണ്ട് ആ സമരം നയിച്ച ഐഷ ഘോഷി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? അന്ന് പണ്ട് JNU-ൽ ആ കുട്ടി സമരം ചെയ്തപ്പോൾ ആ കുട്ടിയെ ഇരുമ്പ് തൊണ്ടുകൊണ്ട് അടിച്ച് തല പൊട്ടിച്ച് ഗുരുതരാവസ്ഥയിലാക്കിയത് ആരായിരുന്നു സർ? ഡൽഹി പോലീസല്ലേ. ഡൽഹി പോലീസിനെ ആരാണ് നയിക്കുന്നത്? അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാത്തിനും ക്ഷമിക്കുമ്പോൾ കുട്ടികളാണ് ക്ഷമിക്കേണ്ടത് പ്രധാനമന്ത്രിയോട്. ഇമാതിരി കാട്ടിക്കൂട്ടലുകൾ, ഇത്രയും കാലം ഞങ്ങളെ സമരം വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമരം ഇരിക്കാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിച്ചതിന്, ഇക്കണ്ട അഴിമതിക്കാരെയും പിടിച്ചുപറിക്കാരെയും ഒക്കെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ഇന്നാട്ടിലെ കുട്ടികളെ വെല്ലുവിളിച്ചതിന്, എല്ലാത്തിനും കൂടി ഈ നാട്ടിലെ കുട്ടികളാണ് പ്രധാനമന്ത്രിയോട് ക്ഷമിക്കേണ്ടത്. അല്ല പ്രധാനമന്ത്രി അല്ല. അവർ പറയട്ടെ ഞങ്ങൾ ക്ഷമിക്കുമെന്ന്. ദാ ഇപ്പോൾ E20 പെട്രോൾ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ പെട്രോൾ അടിക്കാനുള്ള അവകാശം, മികച്ച പെട്രോൾ ലഭ്യമാക്കുക എന്ന് പറയുന്ന അവകാശം പോലും തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിരിക്കുന്ന നിതിൻ ഗഡ്കരിക്കെതിരെ സമരമുണ്ട് ഉടനെ.
ഇവിടുത്തെ എല്ലാ വ്യവസ്ഥകൾക്കുമെതിരെ എന്തിനാണ് നിതിൻ ഗഡ്കരി ഇത്രയും E20 ഇത്ര പെട്ടെന്ന് ഇവിടെ ബ്ലെൻഡിങ് നടത്തിയത്? സ്വന്തം മക്കളുടെ കമ്പനി വികസിപ്പിക്കാൻ വേണ്ടിയല്ലേ? എത്ര പെട്ടെന്നാണ് അവരുടെ ടേൺ ഓവർ കുതിച്ച് കയറിയത്? എത്ര പെട്ടെന്നാണ് അവരുടെ ഓഹരിയുടെ വില വർദ്ധിച്ചത്? അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും തന്നെയാണ് സർ നമ്മുടെ നാട്ടിൽ ഓരോ ചെറുപ്പക്കാരും വളർന്നുകൊണ്ടിരിക്കുന്നത്, ഓരോ കുട്ടികളും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടിട്ടും തന്നെയാണെന്നേ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികളാണ് നമ്മുടെ മന്ത്രിസഭയോട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോട് ക്ഷമിക്കേണ്ടത്. ഇമാതിരി അഹമ്മതി പിടിച്ചവരെ സ്വന്തം ബിസിനസ് വളർത്താനും സ്വന്തം കാര്യം നോക്കാനും പണമുണ്ടാക്കാനും വേണ്ടി ഇമാതിരി ഈ നാട്ടിലെ വ്യവസ്ഥിതികളെ വരെ അട്ടിമറിക്കുന്ന ഒരുപറ്റം ആൾക്കാരെ കൊണ്ട് മന്ത്രിസഭ നിറച്ചു വെച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയോട് ക്ഷമിക്കേണ്ടത് ഈ നാട്ടിലെ കുട്ടികളാണ്. അല്ലാതെ സമരത്തിന് ചെയ്ത കുട്ടികളോട് അങ്ങല്ല ക്ഷമിക്കേണ്ടിയിരുന്നത്.